ഇന്ന് ഞാൻ വളരെ പഴയ ഒരു റെസിപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു സ്വീറ്റാണിത്. ഇത് ഒരു തേൻ മിഠായി, തേൻ ഉണ്ട, തേൻ നിലാവ്, ഇങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പണ്ടൊക്കെ നമ്മളിത് സ്കൂളിനടുത്തുള്ള പെട്ടിക്കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ മധുരം ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കുമല്ലോ. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കാണാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 120 ml കപ്പിന് 1 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് 4 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്നത്. ഇതിന് ഏറ്റവും നല്ലത് ഇഡ്ഡലി റൈസാണ്, ഇല്ലെങ്കിൽ പച്ചരി ഉപയോഗിക്കാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് 4 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്നത്. 2 നുള്ള് സോഡാപ്പൊടി. അരി എടുക്കുന്നതിൻ്റെ ഇരട്ടിയാണ് പാനിയാക്കാനുള്ള പഞ്ചസാര എടുക്കുന്നത്. ഇത് ഞാൻ 240 ml കപ്പിന് 1 കപ്പ്. 1 കപ്പ് വെള്ളം, 1 നുള്ള് ഉപ്പുപൊടി. ഇത് ഓറഞ്ച് കളറ്. ഇത് ഞാൻ 1-2 തുള്ളി മതി, ഇത് ചേർക്കുമ്പം പറയാം. ഇത് നമുക്ക് മിഠായി പുരട്ടി എടുക്കാനുള്ള പഞ്ചസാര, അത് അളവൊന്നുമില്ല. ഇത് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിരിക്കുന്നത്. വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ, ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. Cook with Sophie, sharing 40 years experience. ഇനി നമുക്ക് ഈ അരിയും ഉഴുന്നും കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. വെള്ളം എത്രയും കുറച്ച് അരച്ചെടുക്കണം. ഇത് ഇഡ്ഡലി മാവിൻ്റെ അയവുമല്ല, ദോശമാവിൻ്റെ അത്രയും അയവ് വരാനും പാടില്ല. അതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു അയവിൽ വേണം അരി ഉഴുന്നും കൂടെ അരച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചാണ് അരയ്ക്കുന്നത്. അത് പോരെങ്കിൽ ബാക്കി നമുക്ക് എന്തോരം ഒഴിക്കുന്നതെന്ന് അന്നേരം പറയാം. ഇത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഒരല്പം തരിയോട് കൂടി അരച്ചെടുക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ ഈ അയവിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഒത്തിരി വെള്ളം കൂടി പോകരുത്. ഇതുപോലെ ദോശമാവിൻ്റെ അയവും അല്ല, ഇഡ്ഡലി മാവിൻ്റെ അയവിനും ഇടയ്ക്കുള്ള ഒരു അയവിൽ. അതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് 2 നുള്ള് സോഡാപ്പൊടി ചേർക്കാം. ഇത് നമ്മൾ പൊങ്ങാനൊന്നും വെക്കാത്തത് കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് സോഡാപ്പൊടി ചേർക്കുന്നത്. അത് ചേർക്കാതിരുന്നാൽ ഇത് ഒത്തിരി ഹാർഡായി പോകും. അതുകൊണ്ടാണ് ഇതിനകത്ത് സോഡാപ്പൊടി ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് അംഗീകൃത ഫുഡ് കളറാണ്, ഓറഞ്ച് കളറാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. ഏത് കളർ വേണേലും നമുക്കിതിൽ ചേർക്കാം. കളർ ചേർത്തില്ലേലും കുഴപ്പമില്ല. സാധാരണ നമ്മൾ മേടിക്കുന്ന തേൻ മിഠായി ഒക്കെ ചുമന്ന കളറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് കളർ ചേർക്കുന്നത്. നമുക്ക് 1 തുള്ളി ഒഴിച്ച് നോക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഒരു അല്പം കൂടെ ഒഴിക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് 2 തുള്ളി കളർ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ആദ്യം നമുക്ക് ഈ പഞ്ചസാരയൊന്ന് ഉരുക്കി വെക്കാം. അതിനായിട്ട് പഞ്ചസാര അടുപ്പിലേക്ക് വെച്ചു. അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു നൂൽപ്പരുവ് അങ്ങനെയൊന്നും ആകണ്ട. പഞ്ചസാര നന്നായിട്ടൊന്ന് അലുത്ത് കിട്ടിയാൽ മതി. പഞ്ചസാര ഒന്ന് അലുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചെറു ചൂടിലേക്ക് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെക്കാം. വറുത്ത മിഠായി ഇതിൻ്റെ അകത്ത് ഇടുമ്പോൾ ഇതിന് ചെറു ചൂടുണ്ടായിരിക്കണം. അപ്പോൾ ഇത് എപ്പോഴും ചെറു ചൂടായിട്ട് തന്നെ ഇരിക്കണം. നമുക്ക് ഇനി ഈ മിഠായി ഒന്ന് വറുത്തെടുക്കാം. അതിന് ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടാകണം.
എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതൊന്ന് തീ കുറച്ച് വെക്കണം. ഒരു മീഡിയത്തിൽ താഴെ വെച്ചാൽ മതി. ഇനി അതിലേക്ക് ഈ മാവ് കുറേശ്ശെ കോരിയിടാം. നമ്മൾ ഇടുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. ഇത് ഇങ്ങോട്ട് പൊങ്ങി വരും. ഇത് ഒരു വശം മൂക്കുമ്പോഴത്തേക്കും പൊങ്ങി വരും. ഒത്തിരി നേരം ഇട്ടിരുന്ന് ഇത് ഹാർഡായി പോകും. ഇങ്ങനെ ഒത്തിരി നേരം മൂപ്പിക്കരുത്. ഇതുകൊണ്ട് അടിയിൽ നിന്ന് വിട്ട് ഇങ്ങോട്ട് വരും, പൊങ്ങി വരും ഇങ്ങനെ. അന്നേരം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കണം. ഇത് ഏത് വലിപ്പം, കുറച്ചുകൂടെ നമ്മൾ ഒരു സ്പൂൺ നിറച്ചൊഴിക്കുവാണെങ്കിൽ ഇതിലും വലുതായിട്ട് കിട്ടും. നമുക്ക് ഏത് വലിപ്പത്തിൽ വേണോ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പം എല്ലാം ആയി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് പൊങ്ങി വരും. ഇതിപ്പം മൂത്തിട്ടുണ്ട്. ഒത്തിരി ഇട്ടിരുന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോകും. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇപ്പം നമ്മൾ കോരിയെടുത്ത ഈ തേൻമിഠായി ഷുഗർ സിറപ്പിലേക്ക് ഇടുവാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കണം. പഞ്ചസാരപ്പാനി എപ്പോഴും ചെറു ചൂടായി തന്നെ കിടക്കണം. ഇനി അങ്ങനെയല്ല, നമ്മളത് മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ അത് ചെറു ചൂടാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് ഒരു 10 മിനിറ്റെങ്കിലും ഇതിൻ്റെ അകത്ത് കിടക്കണം. നമ്മൾ പഞ്ചസാരപ്പാനിയിൽ ഇട്ടിരുന്ന ഷുഗർ കാൻഡി ഏകദേശം 10 മിനിറ്റായി. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ തേൻ മിഠായി റെഡിയായി. ഇത് മുഴുവൻ തന്നെ പഞ്ചസാരയാണ്. എന്നാൽ ഇതിങ്ങനെ ഞെക്കുമ്പോൾ ഇതിനകത്തുനിന്ന് തേൻ ഇങ്ങനെ വരണം. കണ്ടോ, ഇതുപോലെ തേൻ ഇറങ്ങി വരണം. അതുപോലെ മധുരം ഇതിൻ്റെ അകത്തുണ്ട്. എന്നാലും നമ്മൾ മേടിക്കുന്ന ഷുഗർ കാൻഡി കിട്ടുന്നത് പഞ്ചസാരയിൽ പൊതിഞ്ഞാണ്. നമുക്കിനി അതുപോലെ ഒന്ന് പഞ്ചസാരയിൽ ഇത് പൊതിഞ്ഞെടുക്കാം. അതിനായിട്ട് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ട് ഓരോന്നും എടുത്ത് ഇങ്ങനെ പഞ്ചസാരയിൽ ഉരുട്ടി ഇതുപോലെ മാറ്റി വെക്കാം. നമ്മുടെ തേൻ മിഠായി റെഡിയായി. ഇത് മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണിത്. നിങ്ങൾ തീർച്ചയായും ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ സോഫിയ കുര്യാക്കോസ്.